ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കൃഷി വീട്ടിലേക്ക് സ്വാഗതം. ഇനി മാമ്പഴം കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. പുളിശ്ശേരി അല്ലേ, മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടല്ലോ, മാമ്പഴം തന്നെ കറി വെക്കാവേ. ഇതുള്ളൂ, ഇത്ര മാങ്ങപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് വേണ്ടത് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ജീരകം, വെളുത്തുള്ളി, ഇത്രയും കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ അടിക്കുന്ന സാധനങ്ങളാണ്. വറ്റൽമുളകും ചുവന്നുള്ളി, ഉലുവ, കടുക്, പിന്നെ കരിവേപ്പില. നമ്മൾ തേങ്ങ 2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 പാൽ, ശർക്കര. ഇത്രയാണ് നമ്മൾ മാങ്ങയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാവേ. ഇരിക്കുന്ന അരപ്പേ മാങ്ങപ്പഴം നമുക്കൊന്ന് ഇങ്ങനെ ചെത്തിയെടുക്കാവേ. 2 ഭാഗം ചെത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇട്ടുകൊണ്ടിട്ടുണ്ട ഈ 2 വണ്ടി കിട്ടാൽ മതിയേ. ഒന്ന് കാണിച്ചത് പിന്നെ എടുത്ത് കാണിച്ചത് ഭയങ്കര നീണ്ടു മനുഷ്യന്മാർ. നമുക്ക് ചട്ടിക്കകത്തിട്ടെ കിട്ടുമോ മാങ്ങ ഇട്ട് കൊടുത്തിട്ടേ ഇച്ചിരി നമ്മുടെ തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കുന്നേ. 2 പാൽ ഒഴിച്ച് കൊടുത്ത് തുള്ളി മഞ്ഞൾപ്പൊടി, കുറച്ച് മതി കേട്ടോ, മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പും കൊണ്ടിട്ട് വേഗം വെക്കണേ. കുറച്ച് മതി ഉപ്പേ. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേകട്ടെ. മായ്ക്കൊത്തിരി വേഗമൊന്നുമില്ല കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ട് വെന്ത് കേട്ടോ. നമുക്ക് തീച്ച് നമ്മൾ അരപ്പിട്ട് കൊടുത്തേ. എന്നിട്ട് ഈ അരപ്പിട്ടുന്ന കൂടെ തന്നെ നമ്മൾ ഇത്ര ശർക്കരയും കണ്ടു കൊടുക്കും കേട്ടോ. അരക്ക് തന്നെ പോകുമനെ. അതുപോലെ ഇനി നമുക്ക് ഈ തേങ്ങയുടെ 1 പാലിന് ഒഴിച്ച് കൊടുക്കാവേ. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ തിളയ്ക്കണ്ട കേട്ടോ. കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.